നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ത്യാഗസ്മരണയിൽ വിശ്വാസികൾക്ക് ഇന്ന് ബലിപെരുന്നാൾ. പ്രാർത്ഥന നിരതരായി വിശ്വാസ സമൂഹം. സാഹോദര്യവും സന്തോഷത്തിൻ്റെയും സന്ദേശം പകരുകയാണ് ബലിപെരുന്നാൾ ദിനമെന്ന് കുറുക്കോളി മദീന എം.എൽ.എ. കുവൈറ്റ് ദുരന്തം ഏറെ വേദനിപ്പിച്ചു. ഇത്തവണ പെരുന്നാളില്ലെന്ന് സ്നേഹവീട് ഡയറക്ടർ കമറുന്നിസ അൻവർ. നവീകരിച്ച തിരൂർ ജില്ലാസ്പത്രി റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് ദിവസങ്ങളായിട്ടും അധികൃതർ മൗനത്തിൽ തന്നെ. നാഷ് മേക്ക് ഓവർ അക്കാദമിയുടെ 40ാം കോൺവക്കേഷൻ സെറിമണി തിരൂർ ലസീസ് റെസ്റ്റോറൻറ്റിൽ നടന്നു. ഉദ്ഘാടനത്തിലൊരുങ്ങി ഒഴൂർ ഗവൺമെന്റ് എൽ.പി. സ്കൂൾ പുതിയ കെട്ടിടവും കവാടവും. വിശദമായ വാർത്തകൾ. പ്രവാചകന്റെ ത്യാഗസ്മരണയിൽ വിശ്വാസികൾക്ക് ഇന്ന് ബലിപെരുന്നാൾ. ആത്മത്യാഗത്തിന്റെ സന്ദേശം പകർന്ന് സ്വന്തം മകനെ ബലി നൽകണമെന്ന ദൈവകൽപ്പന ശിരസാ വഹിച്ച ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണയ്ക്കാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. തക്ബീർ ധ്വനികൾ കൊണ്ട് പകലന്തിയോളം ഭക്തിസാന്ദ്രമാവുന്ന അന്തരീക്ഷവും അത്തറിൻ്റെ പരിമളവുമായി പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലുമുള്ള ഒത്തുചേരലും പെരുന്നാളിൻ്റെ പ്രത്യേകതയാണ്. ആത്മത്യാഗത്തിന്റെ സന്ദേശം പകർന്ന് സ്വന്തം മകനെ ബലി നൽകണമെന്ന ദൈവകൽപ്പന ശിരസാ വഹിച്ച ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണയ്ക്കാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പരീക്ഷണത്തിൽ വിജയിച്ച പ്രവാചകൻ ഇബ്രാഹിമിനെ നാഥൻ ചേർത്ത് പിടിച്ചു. കഠിനാനുഭവങ്ങളുടെ തീച്ചൂളയിൽ അജയ്യനായി നിലപാടെടുത്ത ഇബ്രാഹിം നബിയുടെ നിശ്ചയദാർഢ്യം വിശ്വാസിക്ക് ആഘോഷവേളയിൽ കരുത്ത് പകരും. അതിരുകളും വേർതിരിവുകളുമില്ലെന്ന് കർമ്മത്തിലൂടെ പ്രഖ്യാപിച്ച് മക്കയിൽ തീർത്ഥാടനത്തിനെത്തിയ മനുഷ്യക്കടലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക കൂടിയാണ് വിശ്വാസികൾ ഇന്ന്. ജമാഅത്തുകളുടെ ആഭിമുഖ്യത്തിൽ രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്നു. തിരൂർ കോരങ്ങത്ത് ജുമാ മസ്ജിദിൽ ഖത്തീബ് അഷറഫ് അഷറഫിയും സൊഫ മസ്ജിദിൽ ഖത്തീബ് വി.ടി. അബ്ദുള്ള കോയത്തങ്ങളും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ബലികർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊപ്പം കുടുംബ സന്ദർശനവും സൗഹൃദ പുതുക്കലുമായി വിശ്വാസികൾ ആഘോഷ നിറവിലാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ ജീവിത വഴിയുടെ ഈ കർമ്മ മാതൃകയുടെ രണ്ട് സവിശേഷതകൾ പറയുകയാണ്. ഒന്ന് ഇഹലോകത്ത് ഈ ദുനിയാവിൽ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായി തെരഞ്ഞെടുത്തിരിക്കുന്നു ഒരു വലിയ ദൗത്യത്തിനു വേണ്ടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്ന കാലത്ത് തന്റെയും തന്റെ കൂടെയുള്ളവരുടെയും അധ്വാന പരിശ്രമങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് ആ ദൗത്യം എങ്ങനെ നിർവഹിക്കണം എന്ന് കർമ്മപദത്തിൽ അദ്ദേഹം തെളിയിച്ചു കാണിച്ചിട്ടുണ്ട്. ഇന്നത്തേതുപോലെയുള്ള ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത ഏതാണ്ട് 4000-ഓളം സംവത്സരങ്ങൾക്ക് മുമ്പ് ഇറാഖിൽ പെറ്റുവളർന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറാഖ് മുതൽ ഈജിപ്റ്റ് വരെ ഭൂമിയുടെ കിടപ്പ്, ഭൂമിശാസ്ത്രപരമായ ആ കിടപ്പ് നമുക്കിന്ന് മനസ്സിൽ കാണാൻ കഴിയും. ഇറാഖ് മുതൽ ഈജിപ്റ്റ് വരെയുള്ള പ്രദേശങ്ങൾ ചുറ്റി സഞ്ചരിച്ച് അല്ലാഹു അല്ലാതെ വേറെ ഒരുത്തനെയും നിങ്ങൾ യജമാനനും ഉടമസ്ഥനും അധികാരിയുമായിട്ട് അംഗീകരിക്കരുത് എന്ന് നിരന്തരം പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നു.
ഏകനായ അള്ളാഹുവിനെ വിട്ട് മനുഷ്യർ സ്വന്തം നിലക്ക് സൃഷ്ടിച്ചുണ്ടാക്കിയ എന്തൊക്കെ പ്രാർത്ഥനാ മൂർത്തികളും ആരാധ്യ വസ്തുക്കളുമുണ്ടോ അതിൽ നിന്ന് മുഴുവൻ ജനസമൂഹത്തെ പിന്തിരിപ്പിക്കാൻ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരുന്നു. ഈജിപ്ത് മുതൽ ഇറാഖ് മുതൽ ഈജിപ്ത് വരെ. അതേ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മൂത്ത പുത്രൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനെ ഇന്ന് ഏകദേശം ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന ആ പ്രദേശത്തിന്റെ എന്നറിയപ്പെടുന്ന ആ പ്രദേശത്തിന്റെ പ്രബോധകനായിട്ട് അവിടെ നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ ഇളയ പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ മക്ക മദീന ഉൾപ്പെടുന്ന ജസീറത്തുൽ അറബിൽ പ്രബോധകനായിട്ട് നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ ലൂത്ത് നബി അലൈഹി സ്വലാം ട്രാൻസ് ജോർദാൻ എന്ന് പറയുന്ന പെരുന്നാളിനും തുടർന്നുള്ള ദിവസങ്ങളിലും പള്ളി കമ്മിറ്റികളുടെയും വ്യക്തികളുടെയും കൂട്ടായ്മകളുടെയും മേൽനോട്ടത്തിൽ ബലികർമ്മം നടത്തി മാംസദാനം ചെയ്യും. വിവിധ നേതാക്കൾ പെരുന്നാൾ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അചഞ്ചലമായ വിശ്വാസത്തിന്റെ സമർപ്പണത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ബലിപെരുന്നാൾ ദിനം. الحمد لله رب العالمين. الله أكبر. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا الله أكبر. الله أكبر. الله أكبر. الله أكبر. الله إياه. വെട്ട ന്യൂസ് തിരൂർ. സാഹോദര്യവും സന്തോഷത്തിൻ്റെയും സന്ദേശം പകരുകയാണ് ബലിപെരുന്നാൾ ദിനമെന്ന് കുറുക്കോളി മൊയ്തീൻ MLA. കുവൈറ്റ് ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ സന്തോഷകരമായ ഐക്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സന്ദേശം വിളമ്പുന്ന വലിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഈ സന്ദർഭത്തിൽ വെട്ടം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ബലിപെരുന്നാൾ ആശംസകൾ ഈ നേരം നേരുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രദേശം കേരളവും കുവൈറ്റിൽ നടന്ന ഒരു ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിലാണുള്ളത്. ഈ വേദനകൾക്കിടയിൽ കടന്നു വന്ന ഈ ആഘോഷം നമുക്ക് അതിൻ്റെ സന്ദേശം അനുസരിച്ച് ഉയരാൻ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഐക്യവും സൗഹാർദ്ദവും ഒത്തുരയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ ഞാൻ നേരുന്നു. കുവൈറ്റ് ദുരന്തം ഏറെ വേദനിപ്പിച്ചു. ഇത്തവണ പെരുന്നാളില്ലെന്ന് സ്നേഹവീട് ഡയറക്ടർ കമറുന്നിസ അൻവർ. കുവൈറ്റ് ദുരന്തമുണ്ടായ ദിവസം ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നാടിന്റെ ദുഃഖം സ്വന്തം ദുഃഖമായി കാണുന്നുവെന്നും കമറുന്നിസ അൻവർ വെട്ട ന്യൂസിനോട് പറഞ്ഞു. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ എന്തോ ഒരു വലിയ സന്തോഷം തോന്നുന്നില്ല. എന്തൊക്കെയോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ദുരന്തങ്ങളും പല വിഷമങ്ങളും ആപത്തുകളൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോഴും ഇന്നത്തെ പോലെ സന്തോഷിക്കാൻ തോന്നുന്നില്ല. ഞങ്ങളൊന്നും മൈലാഞ്ചി ഇട്ടിട്ടില്ല. കാരണം എങ്ങനെ മൈലാഞ്ചിടുക? ചില രാത്രി ഇതാകുമ്പോഴാണ് മറ്റ് പല ഇതൊന്നും. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ഒരു കാര്യസ്ഥൻ്റെ മകൻ പെട്ടെന്ന് ഹജ്ജിന് പോയിരുന്നു മരിച്ചെന്ന് കേട്ടത്. അതൊക്കെ അങ്ങനെ ഓരോന്നോരോന്നും കേൾക്കുമ്പോഴേ അല്ലാതെ വിഷമം തോന്നുകയാണ്. എന്തായാലും ഞങ്ങളുടെ ബലിപെരുന്നാൾ ഞങ്ങൾക്ക് ഞാൻ നടത്തുന്ന സ്നേഹവീടിൻ്റെ ആൾക്കാർക്കൊക്കെ അതൊക്കെ അറിയിച്ചിട്ട് അവരെ ദുഃഖിപ്പിക്കാൻ തോന്നുന്നില്ല. അവർക്ക് വേണ്ടി ഞങ്ങൾ ഇതാ ബിരിയാണി സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്നലെ മാഷും ഭാര്യയൊക്കെ വന്നിട്ട് അവർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തു. ഞങ്ങളിട്ടില്ലെങ്കിൽ അവരിടട്ടെ എന്ന് വെച്ചാൽ അവരൊക്കെ ആരുമില്ലാത്തവരല്ലേ. അവരെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കേണ്ടത് ഞങ്ങളുടെ കടമയും കൂടിയാണ്. അങ്ങനെ ആ ബാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ എല്ലാവർക്കും വേണ്ടി എൻ്റെ വീട്ടുകാർ എൻ്റെ ആങ്ങളമാരൊക്കെ കോഴിക്കോടൊക്കെ ഒരു ഗെറ്റ് ടുഗദറിനെ വിളിച്ചു. ഞാൻ പോകുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് ബലിപെരുന്നാളിന് ഇവിടെ തന്നെ ഞങ്ങൾ ഫുള്ളായിട്ട് രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ തന്നെ കഴിയാൻ ഉദ്ദേശിക്കുന്നു. ബലിപെരുന്നാളിനെ പറ്റി ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാം അറിയാം. ഇബ്രാഹിം നബീൻ്റെ ഒരു കാഴ്ചപ്പാട്, അതായത് സ്വന്തം മകനെ ബലിയിറക്കാൻ സ്വപ്നം കണ്ടു. അത് തോന്നാൻ പറഞ്ഞു. ഉപ്പാൻ്റെ അടുത്ത് പോയി. പക്ഷെ
ആ സമയത്ത് ഒരു ആടിനെയാണ് അള്ളാഹു അവർക്ക് ഇറക്കി കൊടുത്തത്. അങ്ങനെ ആടിനെ അറുത്തിട്ടാണ് വലിയ എല്ലാവർക്കും കൊടുത്തത്, ധർമ്മം കൊടുത്തത്. നമ്മൾ വലിയ നടത്തുകയാണെങ്കിൽ അത് ധർമ്മം കൊടുക്കണം എന്നാണ്. അങ്ങനെ ആ ആടിനെ അനുസ്മരണത്തിൽ ഇവിടെ നമ്മൾ എന്താണ് നമുക്ക് കഴിയുന്ന പോലെ, കോഴിയാണെങ്കിലും ആടാണെങ്കിലും പോത്താണെങ്കിലും അങ്ങനെ നമുക്ക് നമ്മുടെ ആൾക്കാരുടെ കഴിവിനനുസരിച്ച് ചെയ്യുന്നു. അത് ധർമ്മം കൊടുക്കുന്നു, അതിന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നു. പ്രത്യേകിച്ച് അത് പാവങ്ങൾക്ക് കൊടുക്കണം എന്നാണ് നമ്മുടെ മതം പറയുന്നത്. വലിയ പൈസക്കാർക്കും വലിയ ആൾക്കാർക്കും കൊടുക്കാനല്ല, ഇങ്ങനെ വലിയ അർത്ഥത്തിൽ സാധുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസമായിട്ട് കണക്കാക്കണം എന്നാണ് ഞങ്ങൾക്കുള്ള സൂചന. ഞങ്ങളതുപോലെ ചെയ്യുന്നു. പിന്നെ വലിയ പെരുന്നാളിനെ പലരും പല വിധത്തിലും ഇന്ന് ആഘോഷിക്കുന്നത് എനിക്ക് എന്തോ നമ്മുടെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അമിതമായി എന്തോ അറിയില്ല രസിക്കുന്നു. സന്തോഷിക്കുന്നത് നല്ല തന്നെ, പക്ഷെ അമിതമായി പോകുന്നത് സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അച്ചടക്കലംഘനം ഒരിക്കലും പാടില്ല. എല്ലാവർക്കും ഓരോ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് പറയാൻ. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, ഇന്ന് എല്ലാവർക്കും അറിയാം എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പം ആ ലിമിറ്റ് കടന്ന് പോകരുത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഏട്ടൻ ടെലിവിഷൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നവീകരിച്ച തിരൂർ ജില്ലാസ്പത്രി റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് ദിവസങ്ങളായിട്ടും അധികൃതർ മൗനത്തിൽ തന്നെ. അടുത്ത മാസം മിനുക്ക് പണികൾ പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് ജില്ലാസ്പത്രി റോഡ്. വാട്ടർ അതോറിറ്റിയുടെ കടുത്ത അനാസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. തിരൂർ നഗരസഭ 1,10,00,000 രൂപ ചിലവിട്ടാണ് തിരൂർ ജില്ലാ ആശുപത്രി റോഡ് നവീകരിച്ചത്. സിറ്റി ജംഗ്ഷൻ മുതൽ അമ്പലക്കുളങ്ങര വരെയാണ് നവീകരണ പ്രവൃത്തി ഭൂരിഭാഗവും പൂർത്തിയായി വരുന്നയിടയിലാണ് സിറ്റി ജംഗ്ഷൻ ഭാഗത്ത് റോഡിന് നടുവിലായി ജലനിധി പൈപ്പ് പൊട്ടിയത്. സംഭവം നടന്നിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും അധികൃതർ മൗനം തുടരുകയാണ്. തിരൂർ നഗരസഭയും വാട്ടർ അതോറിറ്റിയെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തിരൂർ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വെട്ടം ന്യൂസ്, തിരൂർ. നാഷ് മേക്ക് ഓവർ അക്കാദമിയുടെ 40ാമത് കോൺവെക്കേഷൻ സെറിമണി തിരൂർ ലെസീസ് റെസ്റ്റോറൻറ്റിൽ നടന്നു. 10 ദിവസത്തെ മേക്കപ്പ് കോഴ്സും 6 മാസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സും കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥിയായി സിംഗറും ഇൻഫ്ലുവൻസറുമായ സലീൽ സലീം പങ്കെടുത്തു. മാനേജിംഗ് ഡയറക്ടറും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്ററും ആയ നാഷ് ബ്യൂട്ടിയെക്കുറിച്ചുള്ള അവയർനെസ് ക്ലാസ് നൽകി. സർട്ടിഫിക്കറ്റ് വിതരണം മാനേജിംഗ് ഡയറക്ടർമാരായ നാഷും മുജീബ് റഹ്മാനും നിർവഹിച്ചു. 7 വർഷമായി തിരൂരിൽ നടത്തിക്കൊണ്ടുവരുന്ന നാഷ് മേക്കപ്പ് ഓവർ അക്കാദമിയിൽ വിവിധ തരം ബ്യൂട്ടി കോഴ്സുകളാണുള്ളത്. രാജ്യസഭാ MP ബിനോയ് വിശ്വത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 64 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിച്ച ഒഴൂർ ഗവൺമെൻറ് LP സ്കൂളിലെ പുതിയ കെട്ടിടവും കവാടവും ജൂൺ 19-ന് MP ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അധ്യാപകർ മുൻകാലത്തുണ്ടായിരുന്ന HM-മാർ എല്ലാം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഇതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ആളുകളെ സമീപിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ബിനോയ് വിശ്വത്തിൻ്റെ ഈ
ഈ ഫണ്ട് കിട്ടിയത്. എന്തായാലും സ്കൂളിൻ്റെ മികവിനോടൊപ്പം അക്കാദമിക് മികവിനോടൊപ്പം സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ പറഞ്ഞ ഈ 19-ാം തീയതി വിപുലമായി നടത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതൊരു 40 ലക്ഷത്തിൽ തുടങ്ങിയതാണ്. കോവിഡിന് മുമ്പെയാണ് അത് ഫണ്ട് പാസ്സായത്. കോവിഡ് വന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, MP-മാരുടെ ഫണ്ടെല്ലാം ഫ്രീസ് ചെയ്യുകയുണ്ടായി. അതോടുകൂടി അത് പിൻവലിച്ചു. ആ ഫണ്ട് ചെലവഴിക്കാൻ പറ്റാതെ, കാരണം കോവിഡിന് മുമ്പേ വർക്ക് തുടങ്ങി വെച്ചവരുടെ ഫണ്ട് മാത്രം വിട്ടുകൊടുക്കുകയും ബാക്കിയുള്ള ഫണ്ടെല്ലാം കേന്ദ്ര സർക്കാർ തിരിച്ചെടുക്കുകയും ചെയ്തു. ഒഴൂർ നിവാസിയും മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വവും CPI നേതാവുമായിരുന്ന യശശരീരനായ വി ഉണ്ണികൃഷ്ണന്റെ സ്മാരകമായിട്ടാണ് വിശാലമായ സ്റ്റേജും 2 ക്ലാസ് മുറികൾ ഉൾപ്പെടുന്ന ഹാളും അടങ്ങിയ ഇരുനില കെട്ടിടവും സ്കൂൾ കവാടവും നിർമ്മിച്ചത്. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സൈനബ മുഖ്യാതിഥിയായി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയങ്ങൽ അധ്യക്ഷനാകും. അഷ്കർ കോറാട്, സവിത ചുള്ളിയത്ത്, ബാബു തറമൽ തുടങ്ങിയ ജനകീയ പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംബന്ധിക്കും. പത്രസമ്മേളനത്തിൽ ജനറൽ കൺവീനർ M വിശ്വനാഥൻ, പ്രധാനാധ്യാപിക TK അനിത, ചെയർമാൻ ഷംസുദ്ദീൻ ആലിച്ചാരി, PTA പ്രസിഡന്റ് TK രതീഷ്, MPTA പ്രസിഡന്റ് K നസീറ ബാനു, SMC ചെയർമാൻ C അബ്ദുൾ മജീദ് എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, താനൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.